മാപ്പല്ല, കൊന്നു കളയണം. ഈ തീവ്രവാദികളെ തീർത്ത് കളയണം. ഭാരതത്തിനോട് അതന്നെയാണ് നമുക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളെ കേരളത്തിലെ മെഴുകുതിരി കത്തിക്കുന്നവരവിടെ, ഇന്ന് കശ്മീർ പണ്ഡിറ്റിന് വേണ്ടി മിണ്ടിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല? ഒരാൾക്കും പ്രതികരിക്കാനില്ലേ? മതേതരക്കാരെവിടെ? ഇന്ന് മതേതരക്കാരവിടെ വഖഫിന്റെ ബില്ല് നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ പെട്ടവർക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താമരത്താത്ത. ഈ താമരത്താത്തയ്ക്ക് ഒരു പ്രത്യേകത സാഹചര്യങ്ങളിലായിരിക്കും സങ്കടം വരിക. അതായത് മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് സംഖ്യകൾ കൊല്ലുമ്പോൾ താമരത്താത്തയ്ക്ക് സങ്കടം ഉണ്ടാവില്ല. ബീഫിന്റെ പേരിലോ അല്ലെങ്കിൽ വല്ല വസ്ത്രത്തിന്റെ പേരിലോ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോഴൊന്നും താമരത്താത്തയ്ക്ക് യാതൊരുവിധ സങ്കടം ഉണ്ടാകില്ല. താമരത്താത്തയ്ക്ക് സങ്കടം വരണമെങ്കിൽ സംഖ്യകളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ, കാറ്റിൽ നിക്കറ്, അതെങ്ങനെ അഴിഞ്ഞു വീഴുമ്പോൾ അല്ലെങ്കിൽ സംഖ്യയുടെ കോണകം അഴിഞ്ഞു വീഴുന്ന സമയത്ത് മാത്രമേ താത്തയ്ക്ക് സങ്കടം വരുള്ളൂ. പിന്നെ താമരത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനം ടിവിയുടെ അല്ലെങ്കിൽ ജനം ടി വി പ്ലസ് മലൻ ടിവിയുടെ അംബാസഡറാണ്. പോരാതതിന് ജനം ടിവിയുടെ സിഗണ്ടിത്താത്തയും കൂടെയാണ് ഈ താമരത്താത്ത. താമരത്താത്തയുടെ അടുത്ത 2 വരിയും കൂടെ കേട്ടിട്ട് താമരത്താത്തയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ല. ബാങ്ക് വിളിക്കാൻ അറിയില്ല, ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നിട്ടാ ചോദിക്കുന്നത്. ബാങ്ക് അവർ പറയുന്നത് ഇസ്ലാമിക് വേഴ്സസ് പറയാൻ പറഞ്ഞു. അത്രേ ഇവർക്ക് അറിയുള്ളൂ. ഇവരിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇതിലെന്താ പറഞ്ഞത്? ബാങ്ക് എന്നൊന്നും പറഞ്ഞ അസാൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാം. ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റിയില്ലാത്തോണ്ടാണ് ഒരു പെൺകുട്ടീൻ്റെ അച്ഛനെയും അങ്കിളിനെയും കൊന്നത്. അപ്പൊ നമ്മൾ എന്താ പറയണേ? ഈ മതേതരക്കാർ എന്ത് മതേതരാണ് നമ്മളെ നാട്ടിൽ സംസാരിക്കണേ? ഇവർക്കൊന്നും പറയാനില്ല. കാശ്മീരിൽ പോയി ഒരു പെണ്ണ്, പിന്നെ ഒരു സ്ത്രീ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ 25 വർഷം മുമ്പ് വിധവയായ ഒരു സ്ത്രീ ഐസിൽ കളിച്ചപ്പോ അതിന് പ്രസ്താവന ഇറക്കാൻ വന്ന പണ്ഡിതനൊക്കെ എവിടെ? ആ പണ്ഡിതനെ സപ്പോർട്ട് ചെയ്ത മഹാപണ്ഡിതന്മാരെവിടെ? സ്ത്രീ ഇതിന് വരെ അവര് ശബ്ദം ഉയർത്തുന്നു. മതി തൊലിച്ചത് മതി. വായിന്ന് വാക്കുകൾ കിട്ടണില്ല. മുസ്ലിങ്ങൾ എത്രത്തോളം കുറ്റം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വാക്കുകൾ കിട്ടാതെ ഈ തപ്പണത്. അപ്പൊ ഈ സ്ത്രീ ഏത് തരക്കാരിയാണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് അറിയിപ്പിക്കണം. പിന്നെ ഈ ലേഡിയുടെ വിചാരം ഇവള് വലിയ അറിവും ബുദ്ധിയുള്ള ആളാണ്, വലിയ വിവരമുള്ള ആളാണെന്നൊക്കെയാണ് സംഖ്യയിൽ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീ വായി തുറക്കുന്നത് എപ്പോഴറിയോ? മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ സ്ത്രീ വായി തുറക്കില്ല. പക്ഷെ സംഖ്യകൾക്ക് എന്തെങ്കിലും സംഖ്യയുടെ നിക്കറൊക്കെ ഊരി പോവുകയാണെങ്കിൽ അപ്പൊ ഈ സ്ത്രീക്ക് 10,000 വായ അങ്ങോട്ട് തുറക്കും. അതുപോലെ ഒരു ഞായറാഴ്ചയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സ്ത്രീയുടെ നാട്ടുകാരന്റെ ഒരു വോയിസ്, ഫോൺ കോൾ വോയിസ് നിങ്ങളെ കേൾപ്പിക്കണം. അത് എന്തുകൊണ്ട് കേൾപ്പിക്കുന്ന വെച്ചാൽ ഈ സ്ത്രീ ഏത് തരക്കാരിയാണ്, ഇവളുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമുക്കും കൂടെ അറിയണമല്ലോ. ഇത്ര വലിയ മാന്യത സംസാരിക്കുന്ന ഇവളുടെ ഫ്ലാഷ് ബാക്ക് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അത് കേട്ടിട്ട് വരിക എല്ലാവരും. ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ വിമർശിക്കണ നുസ്രത്ത് ജഹാന് ഇവളെ പാസ്റ്റ് എന്താണ് അറിയോ? ഇവള് എളമരം മാവൂര് എളമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നേ, എടക്കുനിമ്മല്. അപ്പൊ ഇവര് ചെറുപ്പത്തില് വലിയ കളവ് നടത്തിയിരുന്നു. കുറച്ച് സ്വർണം ഫാദറിന്റെ അനിയന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് അത് പോലീസ് നായൊക്കെ വന്നിട്ട് പിടിച്ചതാണ്. അങ്ങനെ അവര് കേസൊന്നും വേണ്ട, ജ്യേഷ്ഠന്റെ മകളായതിനോട് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാ. ഇവള് എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെ പറ്റി ഫുള്ള് പറയുന്നൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. ഇവള് ആദ്യം ഒരു കല്യാണം കഴിച്ചു. അവിടുന്ന് സർഫുദ്ദീൻ എന്ന് പറഞ്ഞ കുറ്റിക്കാട്ടൂരുള്ള അവരെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കി. പിന്നെ ഹംസ എന്ന് പറയുന്ന വയനാട്ടിലുള്ള ഒരാളെ കല്യാണം കഴിച്ചതാണ്. അവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് മാറി പിന്നെ ഓമശ്ശേരി എന്ന അങ്ങോട്ട് താമസം മാറ്റി. പിന്നെ അവിടുന്ന് വയനാട്ടിലാണ് ഇപ്പൊ താമസമുള്ളത്. ഇവളാണ് ഈ ഇസ്ലാമിനെ വന്നിട്ട് വിമർശിക്കണേ. ഇവള് എന്ന് പറഞ്ഞാല് ഇവര് കാദ്യാനീസാണ്. ഇവര് ഇസ്ലാമില് മദ്രസിലൊന്നും പോയിട്ടില്ല. എന്നിട്ട് മൊയ്ലാർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. മദ്രസിലൊന്നും ഞങ്ങളൊക്കെ ഒപ്പരം നടന്ന ആൾക്കാരാ. അപ്പൊ ഈ മദ്രസിലൊന്നും പോവാനും കണ്ടിട്ട് ഉസ്താദ് അങ്ങനെ ആക്കി പീഡിപ്പിച്ച് മറ്റാക്കി മറിച്ചാക്കി പറഞ്ഞിട്ട് ഈ ജനം ചാനലിൽ വന്നിട്ട് വിളിച്ച് പറയുന്നത് ഇവളെ പാസ്റ്റ് ഫുള്ള് അറിയണമെങ്കിൽ മാവൂര് എളമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് എടക്കുനിമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിച്ച്. അവിടുന്ന് അന്വേഷിച്ചാൽ ഫുള്ള് വിവരം കിട്ടും. ഞങ്ങളെ വീഡിയോ ഒക്കെ കാണണ്ടേ. ഇല്ലാത്ത കഥകളാകുമ്പോ നമ്മൾക്ക് അത് വിമർശിക്കാൻ മുസ്ലിമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവരെ അടിച്ചിറക്കുന്നൊക്കെ. ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാം. ഇല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വിളിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ ഈ മാവൂരൻ നാസറുണ്ട്, അവനും എന്താണ് ചെയ്തതെന്ന് അവന് മാവൂർ തന്നെയാണ്. അവന് കുറച്ച് ബമ്പത്തരാണ്.
കുറച്ച് ഓന് ചെറ്റത്തരം ചെയ്തിട്ടാണ് ഈ മറ്റേ ഇതിലൊക്കെ പോയിട്ട് സംസാരിക്കണൊക്കെ. പിന്നെ എന്റെ വീടിന്റെ അയൽവാസിയായിരുന്നു. ഏഹ് അപ്പൊ ഇവരെ ഈ പോലീസ് പിടിച്ചപ്പോ ഞങ്ങളൊക്കെ പോയി വെക്കുന്ന ചേന്നമംഗലൂരിലെ അബുട്ടി എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് ഇവരും ഇവരെ ആദ്യത്തെ ഭർത്താവ് പാവാണ് കേട്ടോ. അവരെ പറ്റിയൊന്നും ന്യൂസിലായിട്ട്. അവര് പാവാണ്. അവര് സർഫുദ്ദീൻ എന്ന് പറഞ്ഞു. അവരെ അങ്ങോട്ട് ഒഴിവാക്കി അവരെ പറഞ്ഞ് പറ്റിച്ചിട്ട് രാത്രി വന്നിട്ട് സ്വർണ്ണം അടിച്ചതാണ് അവരനിയന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് ഈ പോലീസ് നായ വന്ന് ഇവരെ പിടിച്ച് അങ്ങനെ പിന്നെ അവരെന്നാണ് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ഇവര് എന്താ ഇതിനെ കേസ് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ജ്യേഷ്ഠന്റെ മോളതിനോട്. അവരാണ് ഇസ്ലാമിനെ കുറിച്ച് കള്ളങ്ങരിങ്ങനെ വിളിച്ച് പറയണേ. ആദ്യം അവളുടെ പാസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോലെ. അവള് 1-2 മക്കളുണ്ട്. അതിന്റെ അടുത്തിപ്പോ കല്യാണം കഴിഞ്ഞു. സർഫുദ്ദീൻ കുറ്റിക്കാട്ടൂർ കെട്ടിച്ച്. ഇവള് ഭയങ്കര പൈസക്കാരത്തിയാണ്. ഇവള് ആദ്യം എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ചെയ്തേനി ജെറ്റ് എയർവേസില്. അവിടെ അന്ന് പ്രസന്റേഷൻ ഹൈസ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അവിടുന്ന് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തിനാണ് ഈ സർഫുദ്ദീൻ എന്ന് പറഞ്ഞ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അതില് 1-2 മക്കളുണ്ട്. പിന്നെ അവരെപ്പോ പിന്നെ വേറെ ഈ ജെറ്റ് എയർവേസ് നിൽക്കുമ്പോൾ തന്നെ ഈ ലീഗിലെ റംസ എന്ന് പറഞ്ഞ ആളുണ്ട് വയനാട്ടില്. അവര് ഭയങ്കര കോടീശ്വരാണ്. അപ്പം അവര് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആൾക്കാരാണ് ഈ ഹംസ. അവരെയാണ് കല്യാണം കഴിച്ചത്. ഇവളാണ് ഇപ്പൊ ഇസ്ലാമിനെ പറ്റിയില്ല ഇല്ലാത്ത കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്. ഹംസ വയനാട് ലീഗിന്റെ ഒക്കെ ഒരു എന്താ ഏരിയ സെക്രട്ടറി, ഏരിയ മണ്ഡലം പ്രസിഡന്റ് എന്തൊക്കെ ആണ്. വയനാട്ടിലാണ് ഇപ്പൊ ഒരു താമസം. നമ്മളെ അടുത്തുനിന്നൊക്കെ എന്നോ പോയിട്ടുണ്ട്. അവിടെ നല്ല താമസം. അതില് മക്കളുണ്ട് തോന്നുന്നുണ്ട്. വയനാട്ടിലായിരുന്നു ഞങ്ങള് വലിയ ഇതൊന്നുമില്ല, അറിവൊന്നുമില്ല. ഞാനൊക്കെ ചെറുതാവുമ്പോഴാണ്, ഈ ഒരു 10-20 കൊല്ലം മുന്നെയാണ് ഞാൻ ചെറുതാവുമ്പോഴാണ് എനിക്ക് ഇത് കിട്ടി. അങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ കള്ളം വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ പോയപ്പോൾ പോലീസ് നായൊക്കെ വന്ന് ഇവരെ പിടിച്ച് റൂമിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി എല്ലാം അന്വേഷിച്ചാല് ചന്നമംഗലൂരാണ് ഇയാളെ വീട്. അന്വേഷിച്ചാല് അവിടുന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അവരെ ആങ്ങളെ എന്റെ നല്ല സുഹൃത്താണ്. ഇത് ഗൾഫിലെ ഞാൻ അവരെ വീട്ടിലെ റൂമിലൊക്കെ പോയിരുന്നു. അവരെ ഉമ്മൊക്കെ എന്റെ വീട്ടിൽ ഇപ്പോഴും വരലുണ്ട്. അവരൊക്കെ ഒരു കുഴപ്പമില്ല, പാവങ്ങളാണ്. അയൽവാസി ആയതുകൊണ്ട് എങ്ങനെ വരാൻ. അവരിനിപ്പോ ഞങ്ങളുടെ അടുത്ത് താമസം മാറി ഇപ്പൊ ഇവിടെയാണ്, ഈ ഓമശ്ശേരിയാണ്. ഇവരെങ്ങനെ ഓരോ മക്കള് 3 പെൺമക്കളും ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടി നല്ല ചെക്കൻ പാവാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചൊക്കെ. അവനൊന്നും വലിയ കോൺട്ര 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടി, 4 ആൾക്കാരാണ് ഇവരെ വീട്ടിലുള്ളത്, നുസ്രത്തിന്റെ വീട്ടിലുള്ളത്. ഓള് BJPന്റെ എന്തോ കേന്ദ്രത്തിലൊക്കെ വന്നിട്ട് കോഴിക്കോട് മത്സരിച്ചിരുന്നു. റാത്തേവാല എന്ന് പറഞ്ഞ ഒരു മന്ത്രിനൊക്കെ കൊണ്ടുവന്ന് അവിടെ പ്രചാരണം നടത്തി BJPക്ക് വേണ്ടി മത്സരിച്ചു. എന്നിട്ട് വോട്ടൊന്നും കിട്ടാതെ കോഴിക്കോട് തോറ്റുപോയതാണ്. അവളാണ് ഇപ്പൊ ഈ മുസ്ലിംസിന്റെ അട്ടിപ്പേർ എടുത്തായിട്ട് പറയുന്നത്.